ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴവും മുട്ടയും കൊണ്ടുള്ള ഒരു ആവിയിൽ വന്ന പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ആവിയിൽ വേവിച്ച പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ നേന്ത്രപ്പഴമാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള പഴം എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടുന്നതാണ് 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറുതായത് കൊണ്ടാണ് 4 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 3 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ വേണ്ടുന്നതാണ് ഒരു 4 പീസ് ബ്രെഡ്. ഞാനത് വളരെ ചെറുതായി മുറിച്ചിട്ട് ഈ ഒരു രീതിക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് ഒരു 1/4 കപ്പ് തേങ്ങ, ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-10 ഏലക്കായ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് ഒരു 10-15 ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർക്കണമെന്നില്ല, ഇത് ഞാൻ കയ്യിൽ കുറച്ച് ഉണ്ടായത് കൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മധുരത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കരയല്ല, നമ്മുടെ നാട്ടിലൊക്കെ വെല്ലം എന്നാ പറയാം. അപ്പോൾ 3 ആണി വെല്ലം എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മെൽട്ടാക്കി അരിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വെല്ലത്തിൻ്റെ മധുരം കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം നമ്മൾക്ക് ഈ മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് നിലത്ത് വീഴും. ഇപ്പം 2-3 നിലത്തൊന്ന് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം മുട്ട എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയും നേന്ത്രപ്പഴലും കൂടി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ അരച്ച് വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് ഞാൻ ഇതുപോലൊരു വായു വട്ടൂല പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുട്ടയും പഴവും ചേർത്ത് അരച്ച മിശ്രിതം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് എടുത്ത് വെച്ചതിൽ കുറച്ച് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിലക്കടല ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ആയിട്ടുള്ള നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ചേർക്കുന്നതാണ് ചെറുതായി മുറിച്ച് വെച്ച ബ്രെഡ്. പകുതി ചേർത്ത് കൊടുക്കാം, പകുതി നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ബ്രെഡ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ചെറുതായി മുറിച്ച ബ്രെഡ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ആ മെൽട്ടാക്കി വെച്ച വെല്ലത്തിൻ്റെ ജ്യൂസ് കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് ലൂസാക്കി എടുത്തുവിടാം. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒരു പാകമില്ലേ, ആ ഒരു പാകത്തിലായിരിക്കണം ഇത് ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ കുറേശ്ശെ മധുരത്തിന് പാകമായിട്ട് വെല്ലം ഒന്ന് ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പാകത്തിന് വെല്ലം മെൽട്ടാക്കിയതൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അഥവാ വെള്ളം കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ഇച്ചിരി വെള്ളമൊന്നും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രം ഗോതമ്പ് പൊടിയോ വറുത്ത റവ ഉണ്ടെങ്കിൽ അതോ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മിക്സിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾക്ക് ഈ ഒരു കൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ആവിയേറ്റ് എടുക്കാനായി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു ബോണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് മോൾഡ് ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കാവുന്നതാണ്. നമ്മൾക്ക് ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തടവി കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾക്ക് ആ ഡ്രൈ നട്ട്സിൻ്റെ ഇത് കുറച്ച് നമുക്ക് ഇതിൻ്റെ അടിയിലേക്കൂടെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇച്ചിരി തേങ്ങ ചിരവിയതും കൂടെ നമ്മൾക്ക് ഇതിൻ്റെ അടിയിലേക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇനി അതിൽ ബ്രെഡ് ചെറുതായി മുറിച്ച് ഞാൻ മാറ്റി വെച്ചില്ല നേരത്തെ അതിലിട്ടിട്ട്, അതുകൂടെ നമ്മൾക്ക് ഇതിൻ്റെ അടിയിലേക്കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് നമുക്ക് കുറേശ്ശെ മാത്രമേ ചേർക്കാവൂ. അപ്പോൾ ഞാൻ ഇത് 2 പ്രാവശ്യമായിട്ടാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ മിക്സിങ് എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഇത് ടാപ്പ് ചെയ്തെടുക്കാം, എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ടാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് താഴെ നമ്മൾ ചേർത്ത് കൊടുത്തില്ല, അതുപോലെ നമ്മൾക്ക് ഇതിൻ്റെ മേലെ കൂടി ചെറുതായിട്ട് ഒന്ന് വിതറി കൊടുക്കാം. കുറച്ച് തേങ്ങ, അപ്പോൾ അതുപോലെ തന്നെ ഡ്രൈ നട്ട്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഓരോരോ കഷ്ണങ്ങൾ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിന്, അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടായ ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മൾക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനി നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയും നേന്ത്രപ്പഴവും കൊണ്ടുള്ള ആവിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഈ ഒരു സ്റ്റിക്കിന് നന്നായി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ചൂടാറുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ മുട്ടയും നേന്ത്രപ്പഴം കൊണ്ടുള്ള ആവിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലേശം ചൂടാറുന്നതിന് മുന്നെയാണ് ഞാൻ പാത്രത്തിലേക്കൊന്ന് കമഴ്ത്തിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കെല്ലാം കുറച്ച് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു കഷ്ണം ഒന്ന് കഴിച്ച് നോക്കാം ഇതിന്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ വേവാത്തതിൻ്റെ കുറവൊന്നുമില്ല, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കാണുന്നത് ഞാൻ കുറച്ച് ചൂടോടെ ഒന്ന് കമഴ്ത്തിയത് കൊണ്ടാണ് അതങ്ങനെ ചെതറിയ പോലെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മധുരമൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും മധുരം വേണ്ടുന്നത് ഒരേ രീതിയിലായിരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് കണക്കായിട്ട് വെല്ലമൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.